ഞാൻ എന്തായാലും മലയാള സിനിമയിൽ മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിയ ഒരു നടനല്ല ഫസ്റ്റ് ഓഫ് ഓൾ. 4 ലാംഗ്വേജ് മലയാളം സംസാരിക്കുന്നത് തന്നെ ഞാൻ സംസാരിക്കും. ആറ്റുകാൽ സുരൻ അത് കുറച്ചുകൂടെ എല്ലാവരിലേക്കും എത്തിപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ സിനിമ കണ്ടവർക്ക്. സിനിമ കണ്ടവർക്ക്. ലാലേട്ടൻ നമുക്കെന്ന് പറയുന്നത് അതൊരു കാലമായിരുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 6 ഇഞ്ചുള്ള ഈ സാധനത്തിന്റെ അകത്ത് നിങ്ങൾ സ്റ്റാർസാ. വരുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമാഭിനയം എന്ന് പറയുന്ന ഒരു നിസ്സാരമായി കാണരുത്. ആക്ടിങ് എന്ന് പറയുന്ന ഒരു, എല്ലാവരും പറയുന്നത് ബിഹേവ് ചെയ്യൂ. ആ സമയത്ത് ബിഹേവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടാകുന്ന ടൈം വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും. സക്സസ് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോവാം. സക്സസ് എന്ന് പറയുന്ന സാധനം നിരന്തരമല്ല. നിങ്ങൾ ഈ ചെറിയ സീനിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ചിലർ തുറന്നു പറയും. ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ അങ്ങോട്ടും പോകാണ്ടിരിക്കുക, നമുക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് വന്നാൽ തൊഴിലാ ചേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ. നോട്ടിഫൈ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18-ാം പടി എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ക്യാരക്ടറാണ് ആറ്റുകാൽ സുരൻ. ആ ക്യാരക്ടറിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ച അമ്പി പ്രദീപാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ്. ഹായ് ആഷ്ലി, ഓൾ ദി ബെസ്റ്റ്. ആഷ്മിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആഷ്മിക്ക് ഞാൻ ആരോടും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയത്തില്ലാത്തൊരു കാര്യം ഞാനും പറയാം. കുറച്ച് നാൾ മുമ്പ് ഒരു അമ്പി നീനാസും എന്നായിരുന്നു എന്നെ എല്ലാവരും ഞാൻ വെച്ചിരുന്നത്. ഞാൻ ആ പേരൊന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ വേറെ പുതിയ നാമങ്ങൾ സ്വീകരിക്കുമൊന്നുമല്ല. എൻ്റെ റെക്കോർഡിക്കൽ നെയിം പ്രദീപ് KP എന്ന്. അമ്പി എന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണ്. പ്രദീപ് റെക്കോർഡിക്കൽ നെയിം പേരാണ്. അങ്ങനെയാണ് ഇപ്പം അമ്പി പ്രദീപ് എന്ന് ഞാൻ ആക്കിയത്. ഞാനത് ഈ മീഡിയയിലാണ് പറയണം. എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം എനിക്ക് 2 പേരുണ്ടെന്ന്. അമ്പി നീനാസത്തിൽ നിന്ന് അമ്പി പ്രദീപിലേക്ക് എങ്ങും മാറിയിട്ടൊന്നുമില്ല. അമ്പി പ്രദീപ് തന്നെയാണ്, നീനാസം ചേർത്തു എന്നുള്ളൂ. അത് പലരും പ്രൊനൗൺസ് ചെയ്യുന്നത് നീ നാശം. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അതങ്ങ് എടുത്ത് മാറ്റിയിട്ട് അമ്പി പ്രദീപ് എന്നാക്കി. നിങ്ങളുടെ മീഡിയയിൽ ആദ്യം പറയുന്നത്. അപ്പൊ റെക്കോർഡിക്കൽ നെയിം ഇപ്പോ അമ്പി പ്രദീപ്. അത് തന്നെയാണ് റെക്കോർഡിക്കൽ നെയിം. അപ്പൊ ഈ നീ നാസം അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, നീനാസം. പിന്നീട് എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ത്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ മീൻ ഇപ്പോൾ ഒരു മോഹൻലാൽ, മമ്മൂട്ടി ലെവലിലേക്ക് എത്തിയാലാണ് ആളുകൾ ഒരു ആർട്ടിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവുക, കരിയർ അതിലേക്ക് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണ് ആക്ടിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സ്കൂൾ തന്നെയാണ്. ഞാൻ ചിലപ്പം ഈ ചോദ്യം കഴിഞ്ഞ ദിവസം ഞാൻ എന്നോട് സെൽഫായിട്ട് ചോദിച്ച ചോദ്യം, ഞാൻ എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ, സ്കൂൾ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു കോഴ്സുകൾ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മൊമെന്റിൽ ഇത് പഠിക്കേണ്ട കാര്യമാണെന്നൊരു 10-12-15 വയസ്സായ സമയത്ത് മനസ്സിലാക്കിയപ്പോൾ ആ ടൈമിലെടുത്ത തീരുമാനമായത്. അത്രേ ലൈഫ് തന്നെ ഭയങ്കര അഡ്വഞ്ചർ അല്ലേ. അപ്പം പിന്നെ ഈ ലാലേട്ടൻ മമ്മൂക്കെന്ന് പറയുന്നത് അതൊരു കാലമായിരുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 6 ഇഞ്ചുള്ള ഈ സാധനത്തിന്റെ അകത്ത് നിങ്ങൾ സ്റ്റാർസാ. ഇപ്പൊ ഇതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, നിങ്ങൾ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നൊക്കെ. അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഐ മീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് മൂവിയിലേക്കും അല്ലെങ്കിൽ അവരുടെ ടാലന്റ് അവർക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടാത്ത ഒരു ടൈമാണിത്. ഒരു സോഷ്യൽ മീഡിയ ഒരു മൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയ നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കരിയറിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എയിമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്? ഭയങ്കര സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ആയത്, ഭയങ്കര സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ. ഇതിന് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലും എനിക്ക് ഉത്തരം പറയാൻ പറ്റും, പക്ഷേ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഉത്തരം പറയാൻ പറ്റും. പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ചെയ്തിട്ട് എവിടെയെങ്കിലും എസ്റ്റാബ്ലിഷ് ആയില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആവും. എനിക്കിതുണ്ടായത് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സാധനം. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിലെത്താൻ നിങ്ങൾക്ക് ഈ മാർഗത്തെ ഉപയോഗിക്കാം. പക്ഷേ എത്തുന്നതല്ല, എത്തിയിട്ട് അങ്ങോട്ടുള്ള ജേർണി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ വന്ന് നിൽക്കുന്ന മേഖലയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. എവ്രി ഡേ. കാരണം ഞാൻ എന്തായാലും മലയാള സിനിമയിൽ മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിയ ഒരു നടനല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അത് വരും എന്ന് എനിക്കൊരു
പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് പോകുമെന്നുള്ളത്. ഇത് അഹങ്കാരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, അത്രയും അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. 4 ലാംഗ്വേജ് മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ സംസാരിക്കും. ഓക്കെ. അത്രയും പാഷനേറ്റീവ് ആയിട്ടാണ് എനിക്ക് സ്ഥാനത്ത് കാണുന്നത്. അപ്പം വരുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമാഭിനയം എന്ന് പറയുന്ന ഒരു നിസ്സാരമായി കാണരുത്. കാരണം ഇനി അടുത്ത ഒരു സിനിമ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സ്റ്റുഡിയോ ഫോർമാറ്റിലേക്ക് പോവാം. ഇപ്പോൾ ഫോറിൻ കൺട്രിയിലൊക്കെ എടുക്കുന്ന പോലെ ആക്ടേഴ്സിന് ഈ പറയുന്ന കോസ്റ്റ്യൂംസ് ഒന്നും ഉണ്ടാവില്ല. ജെയിംസ് ഇപ്പം അവതാരമൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആക്ടിങ് എന്ന് പറയുന്ന ഒരു, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ബിഹേവ് ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് ബിഹേവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടാകുന്ന ടൈം വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്തിനാണ് ട്രെയിനിങ് ആവശ്യം. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കും ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ആവശ്യം. എനിക്ക് 100% ഉറപ്പുണ്ട് മലയാള സിനിമ ഒരു കുറച്ച് കാലഘട്ടങ്ങൾ കൂടെ കഴിയുമ്പോൾ ഒരു സ്റ്റുഡിയോ ഗ്രീൻ മാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഒരു ഫോർമാറ്റിലേക്ക് മാറുന്ന സമയത്ത് ആക്ടിങ് നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ടി വരും. എങ്ങനെ അഭിനയിക്കാതിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം ഈ 6 ഇഞ്ച് നിങ്ങളെ സഹായിക്കണമെന്നില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഉപദേശമല്ല, അത് സ്വയം മനസ്സിലാക്കുന്ന ഒരു ടൈം എല്ലാവർക്കും വരും. അപ്പോൾ ഇതിനായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പണ്ടത്തെ പോലെയല്ല, പണ്ടും ഉണ്ടായിരുന്ന സിനിമയെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇന്നും ഒരുപാട് ന്യൂ കമേഴ്സ് വരുന്നുണ്ട്. ചിലർ വരും, പെട്ടെന്ന് പോവും, ചിലർ മാത്രം ഇതിലേക്ക് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഓൾറെഡി കുറേ അഡ്വൈസ് അല്ല ടിപ്സ് പറഞ്ഞു കൊടുത്തു, ബട്ട് ഇതിൽ ടിപ്സ് അല്ല കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ടിപ്സ് ആക്ടിങ്ങിനും ഒരു ജോലിക്കും ടിപ്സ് ഇല്ല. പലരുടെയും തെറ്റിദ്ധാരണയാണ് അത്. സച്ചിൻ്റെ ഒരു കോട്ടാണ്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോ ഷോർട്ട് കട്ട്. നിങ്ങൾ പെയിൻ എടുത്തേ പറ്റുള്ളൂ. നിങ്ങളിപ്പം സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പം ഒരു കുക്കിംഗ് പേഴ്സൺ ആണോ എന്ന് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അടിവയറ്റിൽ ചൂടെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിന് ടിപ്സ് ഇല്ല. അത് സ്റ്റഡി, പഠിക്കുക. അതിന് ഏജ് ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതല്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല സിനിമകൾ കാണുക, അനലൈസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് പറ്റിയ പണിയാണോ എന്ന് ആദ്യം തിരിച്ചറിയാം. പലരുടെയും ഏരിയ വേറെ ആയിരിക്കാം. ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേ ഉള്ളൂ എന്നുള്ളത് ഞാൻ നിന്നത്. പലർക്കും ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണോ എന്ന് പോലും അറിയത്തില്ലാത്ത വന്നു വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഞാനും കടന്നു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാ ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പലർക്കും അറിയില്ല ഇത് എനിക്ക് പറ്റിയ ജോലിയാണോ എന്ന് പോലും അറിയാതെ വന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് സങ്കടമൊക്കെ വരാറുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഇൻസൾട്ട് ആവുന്ന, അവർക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇവർ ഏത് മൊമെൻറ്റിലാണ് ഇവർ ആക്ടർ ആവണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് എന്ന് പറയുന്നതിൻ്റെ ഒരു സെൻസാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാനത് തിയേറ്ററിൽ നിന്നും അത്രയും വേറൊരു ഭയങ്കര എന്താ പറയുക ഡെഡിക്കേറ്റഡായിട്ട് സിനിമ പോലെയൊക്കെ തന്നെ നിൽക്കേണ്ട വേറൊരു മീഡിയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആക്ടിങ്ങിൻ്റെ എൻ്റെ വേറൊരു മീഡിയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിലായത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഗുരുക്കന്മാർ ഒക്കെ പകർന്നു തന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ചിലതൊക്കെ അന്ന് മനസ്സിലാവില്ല. നമ്മൾ പിന്നെ ലൈഫിൽ ഒരു പാത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അന്ന് പറഞ്ഞ ഇതാണല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് കണക്ട് ആകുന്നപ്പോഴായിരിക്കും